ജയേട്ടനും ദാസേട്ടനും പാടിയ കാലത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. 2-3 കൊല്ലത്തിൻ്റെ വ്യത്യാസം മാത്രമേ അവർ തമ്മിൽ ഉള്ളൂ. പക്ഷേ ജയേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ജയേട്ടൻ്റെ യാത്രകൾ മുഴുവൻ ഇപ്പം ഞാൻ 1973 ഒരു കണക്കെടുത്തപ്പോൾ അതിൽ 100ഓളം പാട്ടുകൾ ദാസേട്ടൻ പാടിയതാണ്. പക്ഷേ ജയേട്ടൻ 10 പാട്ടുകളെ ജയേട്ടൻ പാടിയിട്ടുള്ളൂ. പക്ഷേ 10 പാട്ടുകൾ ജയേട്ടൻ പാടിയെങ്കിലും ജയേട്ടൻ്റെ 5 പാട്ടുകൾ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ജയേട്ടൻ്റെ ശബ്ദം മറ്റൊരു ഗായകന് അനുകരിക്കാൻ സാധ്യമല്ല. അത്രമാത്രം അനന്യമാണ് ആ ശബ്ദം. അതിൻ്റെ ഭാവഗരിമ മാത്രമായിട്ടല്ല ഞാനത് പറയുന്നത്. പക്ഷേ ജയേട്ടൻ്റെ ശബ്ദത്തിന് ഉള്ളൊരു പ്രത്യേകത, അതിന് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഗായകരുടെ ഈ ആൻഡ്രോഗൈനസ് എന്നൊക്കെ പറയുന്ന ശബ്ദം പോലെ വളരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു വലിയ ഒരു സിൽക്കി ടച്ചുള്ളൊരു വോയിസാണ്. ഇതേ വോയിസ് തന്നെ ജയേട്ടൻ പറയുന്നത് എൻ്റെ വോയിസ് അനുകരിക്കാൻ പറ്റില്ലെങ്കിലും ഏറ്റവും നന്നായിട്ട് അനുകരിക്കാൻ പറ്റുന്ന റഫി സാഹിബിനും ഉള്ളതും സിൽക്കി ടച്ചാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജയേട്ടൻ്റെ ആ വോയിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മറ്റൊരാൾക്കും അനുകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദാസേട്ടനൊരു വലിയ വൃക്ഷമായിട്ട് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ അതിൻ്റെ കീഴിൽ വളരെയല്ല ജയേട്ടൻ ചെയ്തത്. ജയേട്ടൻ വേറൊരു വൃക്ഷമായിട്ട് തളിർക്കുകയും പൂക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാള സിനിമയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ജയേട്ടൻ്റെ ഒപ്പം തന്നെ ഒരു പൂ ഉള്ള ധാരാളം പൂക്കൾ വിരിയുന്ന ഒരു പുഷ്പമായിട്ട് ജയേട്ടൻ അവിടെ നമുക്ക് നിൽക്കുന്നത് കാണാനായിട്ട് കഴിയും. ജയേട്ടൻ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ജയേട്ടൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു 10 കൊല്ലം 70ാമത്തെ വയസ്സിലധികം പാടിയിട്ടുള്ള പാട്ടുകളുടെ ഒരു ലിസ്റ്റ് നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ മതി. എത്രയോ പാട്ടുകൾ, വാവാവോ വാവേ എന്നുള്ള പാട്ട്, നീ മണിമുകിലാടകൾ എന്നുള്ള പാട്ട്, പ്രേമിക്കുമ്പോൾ എന്നുള്ള പാട്ട്, ഈ പാട്ടിലൊക്കെ നിൽക്കുന്നതൊരു വളരെ അനശ്വരമായിട്ടുള്ളൊരു യുവത്വത്തിൻ്റെ ഒരു വലിയ ആ റെൻഡറിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് അത് അങ്ങനെ നിൽക്കുകയാണ് ആ പാട്ട്. അപ്പോൾ അദ്ദേഹം 70 വയസ്സാകുമ്പോഴാണ് അദ്ദേഹം ഏറ്റവും നല്ല പ്രണയഗാനങ്ങൾ മുഴുവൻ അദ്ദേഹം പാടുന്നത്, അത് പുതിയ കാലത്തിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ആ ശബ്ദത്തിൻ്റെ ഒരു എന്താ പറയുക, മറ്റാർക്കും അനുകരിക്കാൻ പറ്റാത്ത ആ ശബ്ദത്തിൻ്റെ ഒരു ഗരിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ ജയേട്ടൻ്റെ ഈ ശബ്ദവും ജയേട്ടൻ്റെ പാട്ടൊക്കെ ഈ നമ്മളെല്ലാ ഗായകരും കാലങ്ങൾ അതിജീവിക്കുകയാണ്. ഇപ്പോൾ റാഫി കാലങ്ങൾ അതിജീവിച്ച് ഇപ്പോഴും ഈ ജയേട്ടൻ്റെ ഈ മരണത്തിനൊരു 3 മാസം മുമ്പ് വരെ ജയേട്ടൻ സിന്ദഗി ഫർനഹി ഫൂലേഗി എന്നുള്ള പാട്ട് ജയേട്ടൻ പാടിയിട്ട് പറയണം, ഇങ്ങനെ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഇത്രയും മധുരമനോഹരമായിട്ട് ഒരു പാട്ട് പാടാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ജയേട്ടൻ്റെ ജീവിതം ഈ കാലത്തിന് ശേഷവും നമ്മുടെ മുമ്പിൽ പാട്ടുകളായി, അദ്ദേഹത്തിൻ്റെ ഭാവഗീതങ്ങളായി, അദ്ദേഹത്തിൻ്റെ ആ ശാരീര ഭംഗി മുഴുവൻ കേരളീയരുടെ മനസ്സിൽ എല്ലാ കാലത്തും ഊറിക്കൂടി നിൽക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.